ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടിരുന്നു, ചേച്ചി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അസുഖമായി ഇരിക്കുന്ന സമയത്ത് ചിക്കൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് തരാമോ? അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നത്. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ചിക്കൻ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ ഓയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരികയല്ല, കാണിച്ചു തരാം. അപ്പോൾ ഇത് 1 kg ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. മല്ലിയില ഉണ്ട്, കുറച്ചധികം ഉണ്ട്. ഇഞ്ചി ഉണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, ഒരല്പം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ എനിക്ക് ചിക്കൻ ഇങ്ങനെ വെളുത്ത് കിടക്കുമ്പോൾ കഴിക്കാൻ ചിലർക്കൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖം വേണമല്ലോ. അപ്പോൾ ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അതുപോലെ കുരുമുളകൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ എടുത്തിട്ടില്ല, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഉപ്പും കൂടെ കൂട്ടി ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചു വരാം. ഇൻഗ്രീഡിയൻസ് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഒരു തുള്ളി പോലും ഓയിൽ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഈ സമയത്ത് ഓയിലൊന്നും ഉപയോഗിക്കാത്ത ചിക്കനാണ് കഴിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ മാത്രമല്ല, ഞാൻ ഇതിൻ്റെ കൂടെ റൈസ് കഴിക്കാറില്ല കേട്ടോ. ഒന്നെങ്കിൽ ഒരു ചപ്പാത്തി കഴിക്കും, അല്ലെങ്കിൽ സലാഡ്സ് എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ ഒരു പീസ്, ഈ ഒരു ചിക്കൻ്റെ ഒരു പീസ് തന്നെ മതി നമുക്ക്, ആവശ്യത്തിന് ധാരാളമാണ് അത്. പിന്നെ ഈ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന്. 20 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മസാലയൊക്കെ പിടിച്ച് നല്ല പാകമായിട്ടുണ്ട് ചിക്കൻ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 5 വിസിൽ, 4-5 വിസിൽ കേട്ടോ. വലിയ പീസായതുകൊണ്ട് 4-5 വിസിൽ വന്നാൽ ചിക്കൻ റെഡിയായി. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നതിനെക്കാട്ടിലൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാം. എനിക്കറിയാം, ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് കീമോ ചെയ്യുമ്പോൾ റേഡിയേഷൻ ചെയ്യുമ്പോൾ ഒക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തീരെ വിശപ്പുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വിശപ്പ് തോന്നണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാൻ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഫുഡ് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ തോന്നുക. അപ്പോൾ അതുപോലെ ഇതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്ന അടിപൊളി ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. കൗണ്ടൊക്കെ കുറഞ്ഞു പോവാതെ നോക്കുക. നമുക്ക് കീമോ ചെയ്യാനുള്ളതാണ്, റേഡിയേഷൻ ചെയ്യാനുള്ളതാണ്. ഇമ്മ്യൂണൈസേഷനിലേക്കൊക്കെ പോവാതിരിക്കണമെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളവരായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഈ സമയവും കടന്നു പോകുമെന്ന് പറയുന്ന പോലെ തന്നെ ഇതൊക്കെ നമ്മൾ തരണം ചെയ്തു പോകും. നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ കഴിക്കുക, ഞാൻ പറഞ്ഞു നേരത്തെ, കുക്കമ്പറും ചിക്കനുമാണ്. ഏത് ഫുഡിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയോ സാദാ റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. ഇപ്പം നല്ല കപ്പയുടെ കൂടെ എന്തിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതിന് ഒന്നുമല്ല. ഒരു പീസ് ചിക്കനാണോ ഒക്കെ നിങ്ങൾ കഴിക്കുന്നത്, അന്ന് ഇനിയിപ്പോൾ നിങ്ങൾ ലിക്വിഡ് ആഹാരമാണ് കഴിക്കുന്നതെങ്കിലും അത് ധാരാളമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ലവ് യു ഓൾ.